രാഹുലെ UDF ആകെപ്പാടെ മൊത്തത്തിലൊരു ഫ്ലെക്സ് വിവാദമാണ്. വി സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഫ്ലെക്സ് ഒരു വശത്ത്, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നുള്ള ഫ്ലെക്സ് ഒരു വശത്ത്, ഇതിനിടയിൽ KC വേണുഗോപാൽ എന്തിനെന്നറിയാതെ വിട്ടു നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ ആലുവയിൽ വി സതീശനെതിരെ ഇന്നലെ ഒരു ഫ്ലെക്സ് ഉയർന്നിട്ടുണ്ട്. വി സതീശൻ്റെ PR വർക്കുകൾ അവസാനിപ്പിക്കുക, മുഖ്യമന്ത്രി ആരെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് ആ ഫ്ലെക്സിൽ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും വി സതീശനെതിരെ എന്തിനാണ് UDFനുള്ളിൽ തന്നെ ഇത്ര വിദ്വേഷം പടരുന്നത്? ഈ വി സതീശനെതിരെ വിദ്വേഷം പടരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിനു മുമ്പിട്ടേ ഈ അണികളാണ് ഇതെല്ലാം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതെങ്കിലും ഇതിനകത്ത് നേതാക്കന്മാർക്ക് കൃത്യമായിട്ടുള്ള കളികളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിലവിൽ 2 പേരുകളാണുള്ളത്. ഒന്ന് വി സതീശനും ഒന്ന് രമേശ് ചെന്നിത്തലയും. ഇവരിൽ 2 പേരിൽ ആരെങ്കിലും ആയിരിക്കും, ഒരാളായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ജയശങ്കറിൻ്റെ ഒരു ചർച്ച കണ്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് 80 സീറ്റുകളിൽ കൂടുതലാണെങ്കിൽ വി സതീശനായിരിക്കും മുഖ്യമന്ത്രി, 80 സീറ്റുകളിൽ താഴെയാണെങ്കിൽ രമേശ് ചെന്നിത്തലയായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയുന്നൊരു സാഹചര്യം. പക്ഷെ അത് എത്രമാത്രം പ്രാവർത്തികമാക്കുമെന്ന് പറയുന്നത് വളരെ വിഷയമുള്ളൊരു കാര്യമാണ്. വി സതീശനൊരു മുഖമായിരുന്നു. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും 5 കൊല്ലക്കാലം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി സതീശൻ ഒരു മുഖമായിരുന്നു, നല്ലൊരു മുഖമായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ ഒരാൾ പോലും രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ട് നിന്നിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. രമേശ് ചെന്നിത്തല ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്തത്. രമേശ് ചെന്നിത്തല 5 കൊല്ലം പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്തത്. ആരും പിന്തുണയ്ക്കാൻ പോലും ഇല്ലാതെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള എത്ര വിഷയങ്ങളാണ്. സ്പ്രിംഗ്ലർ തൊട്ട് സ്വർണ്ണക്കടത്ത് തൊട്ട് ഇങ്ങോട്ടുള്ള എത്ര ആരോപണങ്ങളാണ്, എത്ര വിഷയങ്ങളാണ് ഇന്നും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നും പിണറായി വിജയനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും പുറത്തു കൊണ്ടുവന്നത് രമേശ് ചെന്നിത്തലയാണ്. അതിന് അദ്ദേഹത്തിനെ നമ്മൾ അംഗീകരിച്ചേ കഴിയുള്ളൂ. കാരണം ഇത്രയും വലിയ വിഷയങ്ങൾ ഒറ്റയ്ക്ക് പടപൊരുതി കൊണ്ടുവന്നിട്ടുള്ള വിഷയങ്ങളാണ്. അത് ഒറ്റയ്ക്ക് ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം പോയത്. പലപ്പോഴും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും KSU ആണെങ്കിലും കോൺഗ്രസ് പാർട്ടി ആണെങ്കിൽ പോലും അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്നത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അന്ന് ആ പാർട്ടി അത് ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഇന്നവർ പ്രതിപക്ഷത്തിരിക്കത്തില്ലായിരുന്നു. നമ്മുടെ വി സതീശൻ ഒരിക്കലും പ്രതിപക്ഷ നേതാവായിട്ട് കടന്നു വരില്ലായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് രമേശ് ചെന്നിത്തല കാലഘട്ടത്തിന് ശേഷം അദ്ദേഹം മാറുന്നു. അദ്ദേഹം ഒരക്ഷരം പോലും പറയാതെ ഹൈക്കമാൻഡ് പറഞ്ഞു മാറണം, അദ്ദേഹം മാറി. വി സതീശനെ കൊണ്ടുവരുന്നു. ഇപ്പോൾ വി സതീശൻ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ ജൂനിയറായിട്ട് കടന്നു വന്നിട്ടുള്ള ആളാണ്. ഇപ്പോൾ വി സതീശൻ കടന്നു വരുന്നു, അദ്ദേഹം ഒരു മുഖമായിട്ട് മാറുന്നു. അത്രയും നാളും ഉണ്ടായിരുന്ന വി സതീശൻ എന്ന് പറയുന്ന നേതാവിൻ്റെ മുഴുവൻ ഫിഗറും മാറുന്നു. കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യത്തക്ക വിധത്തിൽ അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹത്തിന് പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതും യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ വി സതീശൻ എന്ന് പറയുന്ന നേതാവ് യഥാർത്ഥത്തിൽ ഞാൻ നോക്കിയതിൽ വെച്ചിട്ട് ഒരു മത നേതാവിൻ്റെയും കാലിൽ പോയി കീഴടങ്ങാത്തൊരു നേതാവാണ്. ഇവിടെ NSS കുറ്റം പറയുകയാണെങ്കിൽ അത് വി സതീശനായിരിക്കും. ഈഴവ സമൂഹം SNDP കുറ്റം പറയുകയാണെങ്കിൽ അത് വി സതീശനായിരിക്കും. ക്രൈസ്തവ വിഭാഗം വി സതീശനായിരിക്കും കുറ്റം പറയുന്നത്. ഇസ്ലാമിക വിഭാഗം അവരും വി സതീശനായിരിക്കും കുറ്റം പറയുന്നത്. എന്താണ്, വി സതീശൻ ഒരാളുടെയും അടുത്തേക്കും പോയിട്ടില്ല. അദ്ദേഹത്തിന് എല്ലാം ഒറ്റ നിലപാടായിരുന്നു. ഒരു മത നേതാവിൻ്റെയും കാൽക്കൽ വീണിട്ടുള്ള ഒന്നും വേണ്ട എന്നുള്ള ഒറ്റ നിലപാടിലായിരുന്നു. പക്ഷെ അതേസമയം തന്നെ ഇപ്പോൾ വി സതീശൻ ആ ഒരു നിലപാടെടുക്കുമ്പോൾ അതിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തലയാണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും ബാക്കിയുള്ള നേതാക്കന്മാർ ആരാണെങ്കിലും ഇവരെല്ലാം മറ്റുള്ള പരിപാടിയിൽ പോയി. അപ്പോൾ ഒരു സന്തുലനാവസ്ഥ ഉണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ വി സതീശൻ്റെ മികവുകൊണ്ട് മാത്രമല്ല ഇത്തവണ അധികാരത്തിൽ വരികയാണെങ്കിൽ അത് കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിലുള്ള എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് രമേശ് ചെന്നിത്തല ഒരു മുറുമുറുപ്പുമായി വന്നിരുന്നെങ്കിൽ ഇതെല്ലാം താളം തെറ്റിയേനെ. ഇതിനകത്ത് മറ്റുള്ള നേതാക്കന്മാർ മുറുമുറുപ്പുമായി വന്നിരുന്നെങ്കിൽ എല്ലാം താളം തെറ്റിയേനെ. ഇവിടെ എല്ലാവരും ഒന്നിച്ചു നിന്നതിൻ്റെ ഫലമാണ്. ഒരിക്കലും ഒരു ഒറ്റ നേതാവിനെ കൊണ്ട് ഒരു ഭരണം പിടിച്ചെടുക്കാനൊന്നും കോൺഗ്രസിൽ കഴിയില്ല. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് അത്രത്തോളം ജനാധിപത്യത്തിന് അതിപ്രസരമുള്ളൊരു സംസ്കാരമുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നേതാവ് നിങ്ങൾ അവിടെ പോയി ഇന്ന് നിങ്ങൾ ഈ പ്രകടനം നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ആരും പ്രകടനം നടത്തത്തില്ല. ഒരഭിപ്രായത്തിന് 100 വശങ്ങൾ ചിന്തിക്കുന്ന ആളുകളാണ്. അണികളാണെങ്കിൽ പോലും നേതാക്കന്മാരെ ചോദ്യം ചെയ്യുന്ന അണികളാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലൊന്നും അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏരിയ സെക്രട്ടറി പറയും ഏതെങ്കിലും ഒരുത്തൻ അതിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവൻ പാർട്ടിയിൽ പുറത്താണ്.
ഇവിടെ ചോദ്യം ചെയ്ത് വളർന്നു വരുന്നവരാണ് ഓരോ നേതാക്കന്മാർ. ഇന്ന് കുറേ നേതാക്കന്മാരുടെ അസിസ്റ്റന്റ് ആയിട്ട് കടന്നു വരുന്ന ആളുകളുണ്ട്. പക്ഷേ അവരെല്ലാം പിന്നീട് കാലഘട്ടത്തിനനുസരിച്ച് അവർ മാറിപ്പോകും. കഴിവുള്ളവർക്ക് മാത്രമേ കോൺഗ്രസിൽ നിലനിൽക്കാൻ കഴിയൂ. ഇപ്പോൾ എത്ര പെട്ടിതാങ്ങികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കഴിവില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനൊന്നും കഴിയില്ല. കോൺഗ്രസ് ആണ് പാർട്ടി. അപ്പം പണിയെടുത്തേ പറ്റത്തുള്ളൂ. കൃത്യമായിട്ട് കൂർമ്മബുദ്ധിയോടെ ഓരോ ചലനങ്ങളും കൃത്യമായിട്ട് അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ എവിടുന്നെല്ലാം പണി വരുന്നത് കൃത്യമായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ പാർട്ടിയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ നേതാക്കന്മാരെ ചോദ്യം ചെയ്തു വരുന്ന അണികളാണ്. അപ്പം ഏതെങ്കിലും നേതാവ് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഒരണികളും കേൾക്കുകയില്ല. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ കൂട്ടി നിർത്താൻ ഒരു കൂട്ടം വേണം, അല്ലെങ്കിൽ അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതെങ്കിലും നേതാക്കന്മാർ വേണം. ഇപ്പോൾ എന്തുകൊണ്ടാണ് കെ സുധാകരനെ അണികൾ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നതും ഇത്രയും വിഷയങ്ങളുണ്ടായിട്ടും സുധാകരനെ ഒരു അക്ഷരം കൊണ്ടുപോലും ആരും നോവിക്കാതെ അല്ലെങ്കിൽ പരസ്യ പ്രസ്താവനയായിട്ട് വരാത്തത് എന്തുകൊണ്ടാണ്? സുധാകരനെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. സുധാകരൻ കൊടുത്ത വലിയൊരു സന്ദേശമുണ്ട്. ഞാനല്ല, പാർട്ടിയാണ് വലുത്. ഞാൻ എത്രയോ താഴെ കിടക്കുന്ന ഒരാളാണ്. പാർട്ടിയാണ് ഏറ്റവും വലുത്. പാർട്ടി പറയുന്നത് എന്താണോ അതാണ് അന്തിമം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരിക്കാം. അദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് പൊക്കുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു UDF മന്ത്രിസഭ വരുമ്പോൾ ആ മന്ത്രിസഭയിൽ ഞാനും ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൊരു തെറ്റുമില്ല. കാരണം ഇത്രയും കാലം ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളുകളാണ് ഇവരെല്ലാം. കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവാണെങ്കിൽ പോലും ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവിച്ചതാണ്. പാർട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും കുത്തിയും വെട്ടിയും പാർട്ടി ഉണ്ടാക്കിയ ആളുകളാണ്. കണ്ണൂർ രാഷ്ട്രീയം നമുക്കറിയാം, എന്നും ചോരയുടെ രാഷ്ട്രീയമാണ്. ആ ചോരയുടെ രാഷ്ട്രീയത്തിൽ നിന്നും അങ്ങനെ ഒരു നേതാവിന് വളർന്നു വരണമെങ്കിൽ, വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സഹിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാതനകളുടെ ഒരു പങ്ക്, അതിനൊരു സന്തോഷം വരണമെങ്കിൽ, അതിനൊരു തൃപ്തി വരണമെങ്കിൽ ഈ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ UDF നിയമസഭാ സമ്മേളനം കൂടുമ്പോൾ അതിലൊരു അംഗമായിട്ട് അദ്ദേഹത്തിന് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം. അത് സ്വാഭാവികമാണ്. എല്ലാ നേതാക്കന്മാർക്കും, ഇപ്പോൾ നമുക്കറിയാം MP-മാർക്കെല്ലാം ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് വീണ്ടും അടിപിടി ഉണ്ടായാലോ എന്നുള്ള ഒറ്റ വിഷയം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ മത്സരിച്ചാൽ എത്ര മണ്ഡലങ്ങൾ വിജയിക്കാൻ കഴിയും? പിടിക്കാൻ കഴിയാത്ത എത്ര മണ്ഡലങ്ങൾ ഇവരെ കൊണ്ട് മത്സരിപ്പിക്കാം? അപ്പോൾ ഇതെല്ലാം മാറ്റി നിർത്തി കോൺഗ്രസ് ഒറ്റൊരു നടപടിയിലേക്ക് വരുന്നു. MP-മാരാരും മത്സരിക്കേണ്ട എന്നുള്ള ഒരു ഒറ്റ നടപടിയിലേക്ക് വരുന്നു. അത് ശരിയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടുപേരെ മാത്രം, ഇപ്പോൾ VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, ഇവർ രണ്ടുപേരെ മാത്രം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ എത്ര പേര് വന്നേനെ? ഇപ്പോൾ എന്താണെങ്കിലും ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. ഇനിയിപ്പോൾ വിജയിച്ചു വരുന്ന ആളുകളുടെ എണ്ണം നിയമസഭയിൽ അങ്ങനെ തന്നെയാണ്. ഘടകകക്ഷികൾ പറയുന്ന ആളുകൾ, ഇവരെല്ലാം കൂടെ പറയുന്ന ഒരു നേതാവിനെ ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രിയായിട്ട് നിയമിക്കാൻ പോകുന്നത്. ഏകദേശം മുഖ്യമന്ത്രി ചർച്ചയെല്ലാം തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇലക്ഷൻ വിജയിച്ച് പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രിയെ UDF പ്രഖ്യാപിക്കും.